ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 6 മാസം മുതൽ മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുറുക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റാഗിയാണ്. ഇത് പല സ്ഥലത്തും പല പേരുകളിലാണ് പറയപ്പെടുന്നത്. ചില സ്ഥലത്തൊക്കെ കൂരവെന്ന് പറയും, ചിലയിടത്ത് പഞ്ഞപ്പുല്ലെന്നൊക്കെ പറയും. ഈ റാഗി എടുക്കുമ്പോൾ തലേദിവസം തന്നെ അത് കഴുകി വെള്ളത്തിലിടാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരയാനും പാടാണ്, കുഞ്ഞുങ്ങൾക്ക് അത് ദഹിക്കാനും പാടായിട്ട് വരും. അളവ് കപ്പിന് ഒരു 1/4 കപ്പ് റാഗിയാണ് ഞാനിവിടെ കുതിരാൻ വെച്ചിരുന്നത്. ആദ്യം നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. റാഗി മുങ്ങുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് അരയാൻ പാടാവും. ഈ അളവിന് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ റാഗി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടേ. ഇതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. നമ്മളിപ്പോൾ അരച്ച് വെച്ചതിനകത്തോട്ട് 1 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം. അളവ് കപ്പിന് 1 കപ്പാണേ. ഈ വെള്ളവും റാഗിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് ഇത്രയും ഉമ്മി ഇതിന് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കാം. ഇതിൽ ഇനിയും ഉമ്മി കാണുമേ, അത് നമുക്ക് ഒന്നുകൂടെ അരിച്ചെടുക്കാം. അരിച്ചു മാറ്റിയ റാഗി കുറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് കുറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചിരിക്കുവാണേ. ഇത് നമ്മളിപ്പം തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീഡിയം ചൂടി വെക്കാം. അപ്പം നമ്മുടെ റാഗി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. റാഗി ചൂടായി കഴിയുമ്പം തീ മീഡിയത്തിൽ വെച്ചാൽ മതി. ഇത് ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. ഇത് കുട്ടികൾക്ക് നല്ലൊരു ആഹാരമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കണം. 6 മാസം മുതൽ മേളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണ് കൽക്കണ്ടം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് ഏറ്റവും നല്ലത് പനങ്കൽക്കണ്ടം ചേർക്കുന്നതോ കരിപ്പട്ടി ചേർക്കുന്നതോ ആണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് കൽക്കണ്ടം പൊടിച്ചത് ചേർക്കുന്നത്. അപ്പോൾ ഈ അളവിൽ നമ്മുടെ റാഗി കുറുകിയിട്ടുണ്ടേ. ഇത് പോരാ, ഇതിലും ശകലം കൂടെ കുറുകി വരണം. അപ്പോൾ നമ്മുടെ റാഗി പാകത്തിന് കുറുകിയിട്ടുണ്ട്. നമുക്ക് തീ നിർത്തി വെക്കാം. ഒരുപാട് വെള്ളം നീണ്ടും പോകരുത്, ഒരുപാട് അങ്ങ് കുറുകി കട്ടയായി പോവുകയും ചെയ്യരുത്. ഇത് ഈ പാകത്തിന്. ഇനി നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ടേ. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ കുറുകും ഇത്. ഇനി ഇത് ഒരു ഇളം ചൂടോടെ ഇതുപോലെ ഒരു കുപ്പിയിലോ ഒരു ചെറിയ പാത്രത്തിലോ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം.